ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസത്തിൽ എൻ്റെ രണ്ട് സുഹൃത്തുക്കളായ ഷെഫ് സാബു, ഷെഫ് അലക്സ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന മിക്സഡ് ഫ്രൂട്ട്സ് പായസമാണ്. അപ്പോൾ ഈ തിരുവോണ നാളിൽ എല്ലാവർക്കും എൻ്റെയും ഗുഡ്വിൽ പാചകത്തിൻ്റെയും തിരുവോണാശംസകൾ. തിരുവോണ ദിനമായി ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പാകം ചെയ്യുന്നത് മിക്സഡ് ഫ്രൂട്ട്സ് പായസമാണ്. അത് എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ഷെഫ് അലക്സും കൂടെ പങ്കുചേരുന്നുണ്ട്. നമസ്കാരം. അപ്പോൾ നമ്മുടെ പായസം എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഷെഫ് അലക്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഉരുളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ പായസത്തിന് നെയ്യ് ഇച്ചിരി അധികം ആവശ്യമുണ്ട്. എന്നാലും നമ്മൾ ഒരു 3 ടീസ്പൂൺ നെയ്യ് ആദ്യം ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. വളരെ രുചികരമായൊരു പായസമാണ് നമ്മളൊന്ന് തയ്യാറാക്കുന്നത്. അതെ, കുട്ടികളും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് നമ്മളിന്ന് പാകം ചെയ്യുന്നത്. അതെ, പ്രത്യേകിച്ച് ഒരുപാട് പഴങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമായ ഒന്നായിരിക്കും ഇത്. ഷെഫ് അലക്സിൻ്റെ വീട് പാലക്കാട് അല്ലേ? പാലക്കാട്. എങ്ങനെയുണ്ട് പാലക്കാട്ടെ ഓണാഘോഷം ഒക്കെ? പാലക്കാട് ഓണാഘോഷം നന്നായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നത് ആഘോഷങ്ങൾ കൂടുതലായിട്ട് നടത്തുന്നത് തൃശ്ശൂരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തൃശ്ശൂരത്തെ ഉത്സവങ്ങളൊക്കെ, പെരുന്നാളുകളായാലും ഉത്സവങ്ങളായാലും എല്ലാം അവർ അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ കശുവണ്ടി മൂത്തിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ആഡ് ചെയ്യാം. അതോടെ നമ്മുടെ കിസ്മിസ് ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അടുത്ത പഴം ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഉരുളിയിലോട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. പൈനാപ്പിൾ, പപ്പായ, മാംഗോ, മുന്തിരി. ആദ്യമായിട്ട് പൈനാപ്പിൾ ആഡ് ചെയ്യാം. പപ്പായ ആഡ് ചെയ്യാം. നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മുടെ പഴങ്ങളെല്ലാം നന്നായിട്ട് പഴുത്ത പഴങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പൈനാപ്പിൾ, പപ്പായ, മാങ്ങ, മുന്തിരി. ഇത് നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വരേണ്ട ആവശ്യമുണ്ട്. മാംഗോ ആഡ് ചെയ്യാം. മുന്തിരി. നമ്മുടെ പഴങ്ങളെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്. നമ്മുടെ പഴങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഷെഫേ, ഇപ്പോൾ ഷെഫിൻ്റെ നാട് കോട്ടയല്ലേ? അതെ. അവിടുത്തെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ നാട്ടിലെ ഓണാഘോഷങ്ങളൊക്കെ അടിപൊളിയാണ്. അത് നമുക്കൊന്നും പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ആഘോഷങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ പഴം ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ കൽക്കണ്ടമാണ് ചേർക്കുന്നത്. കൽക്കണ്ടം അത് മുഴുവൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുക്കുകയാണേ. നമ്മുടെ പഴങ്ങൾക്കൊക്കെ നല്ലൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൽക്കണ്ടം ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഓണാഘോഷം എങ്ങനെയാണ്?
ഓണാഘോഷം എല്ലാ വർഷത്തെയും പോലെ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടാടുന്നില്ല. നമ്മൾ പായസത്തിൻ്റെ കുറച്ച് റെസിപ്പികളും കാര്യങ്ങളും ഒക്കെ മാത്രത്തിൽ ഒതുക്കുകയാണ് നമ്മൾ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടിനെ ബാധിച്ച വലിയൊരു ദുരന്തത്തിൻ്റെ ഒരു ഭീതിയും വേദനയും ഒന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. വയനാട് ദുരന്തം. അതുകൊണ്ട് നമ്മൾ അധികം ആഘോഷങ്ങളില്ല. എങ്കിലും നമ്മൾ ഈ പായസം സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പായസ ഫങ്ഷനിൽ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ പഴങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതെ, നമുക്കിതിലേക്ക് അടുത്തായിട്ട് പഴങ്ങൾ കുറച്ച് പഴങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. ചെറുപഴം 4 എണ്ണം എടുത്തിട്ടുണ്ട്. ആപ്പിൾ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. 2 ആപ്പിൾ. അതെ, നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ. ഏകദേശം നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ എത്ര മിനിറ്റ് പിടിക്കും? ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1 മണിക്കൂർ എങ്കിലും അടുത്ത് വേണം. സ്ലോ കുക്കിലാണ് നമ്മളെല്ലാം വഴറ്റി എടുത്താണ് നമ്മൾ പാകം ചെയ്യേണ്ടത്. ഓരോ പഴങ്ങൾക്കും അത് വേവുന്നതായ ഒരു ടൈമുണ്ടല്ലോ. അതെ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ പഴങ്ങളും ചേർത്ത് കൊടുക്കുന്നത്. പക്ഷെ ആർക്കും കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്ത കാരണം. അതെ, നമ്മുടെ പഴങ്ങൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചേരുവകൾ നമുക്ക് പഴങ്ങൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ളത് കുറച്ച് മുന്തിരിങ്ങ, ബ്ലാക്ക് മുന്തിരിയാണ്, കുറച്ച് ഈത്തപ്പഴം, കുറച്ച് ഈത്തപ്പഴം നമ്മളൊരു 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതെ, ഒരു 15 ചെറിയ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഈ പഴങ്ങളെല്ലാം നന്നായിട്ട് കുക്കാവണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും. അതെ. മലയാള മാസമായ ചന്ദ്രമാസത്തിലാണ് തിരുവോണം മെയിനായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. എല്ലാവരും ഓണത്തപ്പനെയൊക്കെ റെഡിയാക്കി ഓണത്തെ വരവേൽക്കുന്ന ഒരു നാളുകളാണത്. പ്രധാനമായും പണ്ട് ഇത് ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങൾ ഒക്കെയാണ് കേൾക്കുന്നത്. മഹാബലി എന്നൊരു രാജാവ് ഇല്ല എന്ന് പറയുന്നു. ഓണത്തിൻ്റെ ഐതിഹ്യം കൊയ്ത്തുമെതികളുണ്ടല്ലോ, അതായത് വിളവെടുപ്പ്. വിളവെടുപ്പിൻ്റെ ഒരു മാസമാണ് ഓണം ആയിട്ട് ആഘോഷിക്കുന്നത് എന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഉള്ളിൽ മഹാബലി തമ്പുരാൻ്റെ ഒരു സത്വരണം തന്നെയാണ്. അതെ, തീർച്ചയായും അതാണ് നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടാടുന്നത്. പഴങ്ങൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാവ് ചേർത്ത് കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ എത്ര ഗ്രാം ഷെഫേ? നമ്മൾ ഏകദേശം ഫ്രൂട്ട്സ് നമുക്ക് എല്ലാം കൂടി ഒരു 800 ഗ്രാം ഫ്രൂട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 800 ഗ്രാം തന്നെ ശർക്കരപ്പാവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഏകദേശം നമ്മൾ 800 ഗ്രാം തന്നെ ശർക്കരപ്പാവ് എടുത്തിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ശർക്കരപ്പാവ് പഴങ്ങളുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് തന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ആദ്യം ഒരു 100 ഗ്രാം കൽക്കണ്ടം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മധുരവും ഈ മധുരവും കൂടെ ശർക്കരപ്പാവിൻ്റെ മധുരവും കൂടെ ആയി വന്നു കഴിയുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും വരുന്നത്. ചില സ്ഥലങ്ങളിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ മിൽക്ക് മെയ്ഡ് ചേർക്കും രുചിക്ക് വേണ്ടിയിട്ട്. അതെ. ഇപ്പോൾ എല്ലാവരും കണ്ടുവരുന്ന ഒരു അതെ പായസത്തിലേക്ക് പണ്ടൊന്നും പായസത്തിൽ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കത്തില്ലായിരുന്നു. നമ്മുടെ തേങ്ങാപ്പാല് പിഴിഞ്ഞ് കുറുക്കി എടുക്കുന്ന ഒരു ശൈലിയായിരുന്നു. യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു. അതാണ് പായസം. അതെ. ശർക്കരപ്പാവുമായിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് നന്നായിട്ട് യോജിച്ച് വന്നിരിക്കുകയാണ്. ഇളക്കി ഇനി നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഓക്കെ. നമ്മളൊരു 1.5 ലിറ്റർ
രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. അത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ പാലിൽ കിടന്ന് ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള രണ്ടാം പാല് ചേർക്കാം. നമ്മുടെ രണ്ടാം പാല് ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അല്പം തേങ്ങാപ്പാൽ കൂടി ചേർക്കാം. മൊത്തം ഒഴിക്കാം അല്ലേ ചേട്ടാ? ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വറ്റിച്ച് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഈ പ്രോസസ്സ് നമ്മൾ തുടരേണ്ടി വരും. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിന്. ഷെഫേ, അപ്പോൾ നമ്മുടെ പായസം നന്നായി വറ്റി തിളച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മൊത്തം ഒഴിച്ചു കൊടുക്കാം അല്ലേ? മുഴുവൻ ഒഴിക്കാം. തിള വരുന്നതിന് മുന്നേ നമുക്ക് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസത്തിൻ്റെ സ്ട്രക്ചറൊക്കെ നന്നായിട്ടായി വരുന്നുണ്ട്. ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നാൽ മതി. ഓക്കെ, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് ഓട്ടോമാറ്റിക്കലി ഒന്നുകൂടെ കുറുകി വരുന്നു. അതെ, ടൈറ്റ് ആയിക്കോളും. ഷെഫേ, അപ്പോൾ നമുക്ക് ഇനി ഏലക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് രുചി എങ്ങനെയുണ്ടെന്ന് നോക്കാം. തീർച്ചയായും. ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഓക്കെ. കണ്ടോ, നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട് പാകത്തിന്. അതിൻ്റെ സ്ട്രക്ചർ അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്മെല്ല്, നല്ല ഫ്ലേവർ വരുന്നുണ്ടല്ലേ. നമ്മൾ പായസത്തിൽ ഏലക്കായും കൂടി ചേർത്തതിന് ശേഷം നല്ലൊരു ഫ്ലേവർ കൂടി വരുന്നുണ്ട്. പഴം കൊണ്ടുള്ള പായസമായ കാരണം കുട്ടികളും ഇച്ചിരി പ്രായം ചെന്നവരും എല്ലാവരും തന്നെ ഇഷ്ടപ്പെടും. ആ പഴങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കടിച്ചു വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഷെഫ് ഒഴിച്ചോ? കുറച്ച് ഒഴിക്കുക അല്ലേ? അതെ, മതി, ധാരാളമായി. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസം എങ്ങനെയുണ്ട്, രുചിയെല്ലാം ഒത്തു വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെഫ് അലക്സിന് കൊടുക്കാം. താങ്ക് യു. നല്ല ചൂടുണ്ട് ഷെഫേ. സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ടോ? നന്നായിട്ടുണ്ട്. താങ്ക് യു. അത്തം മുതൽ തിരുവോണം വരെ പായസ സീരീസിലെ എല്ലാ പായസങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണണം. അപ്പോൾ തിരുവോണ ദിവസമായ ഇന്ന് നമ്മൾ പാകം ചെയ്ത മിക്സഡ് ഫ്രൂട്ട് പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഗുഡ് വിൽ പാചകത്തിൻ്റെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു.